അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസ്റ്റിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോ മുഴുവൻ കണ്ട ആൾക്കാർക്ക് മാത്രമേ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നലെ കുറേ നമ്പറുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ നമ്പറുകളിലൊക്കെ ഓരോ നമ്മുടെ ടിക്കറ്റിൻ്റെ പേരുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 0 വന്നിട്ടില്ല കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 0-ന് എന്താ റോളെന്ന്. അപ്പോൾ അതും കൂടിയാണ് പറയുന്നത്. അതുമാത്രമല്ല എന്നും ഇതേ നമ്പർ എടുത്ത് അടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ 0, 2, 6, 9 കയറി വരുന്നത്. അതെങ്ങനെയാണ് അതുപോലെയുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ ഡിയർ ABC നമ്മുടെ കേരള ലോട്ടറിയുടെ 3 നമ്പർ ABCയിൽ എങ്ങനെ കുറച്ച് നമ്പറുകൾ കിട്ടുന്നു, അതുപോലെ ആ നമ്പർ പോയി അടിക്കുന്നത് ഡിയറിലാണ്. അതെന്താണ് സംഭവം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് സംഭവം, നമ്പറുകളിൽ നമുക്കിപ്പോൾ ഈ നമ്പറുകൾ നമ്മൾ ഒപ്പിച്ചു. ഇപ്പോൾ ഇന്നിപ്പോൾ 18, 73, 50-50 ഇപ്പോൾ അക്ഷയ, വിൻ ശ്രീശക്തി 50-50 പോയി 18, 73 എടുത്താൽ കിട്ടുമോ? അവിടെ ചിലപ്പോൾ 0 വരുന്നുണ്ടല്ലോ, 0, 8, 73 ആകുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ 50, 87 അടിക്കുന്നുണ്ട്. എങ്ങനെ? ഇതൊക്കെയാണ് സംഭവങ്ങൾ. അതായത് നമ്മൾ 51, 87 പറഞ്ഞതെങ്കിലും ഇതിൽ 50 കയറി വരുന്നുണ്ട്, അതായത് 0 കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, അപ്പോൾ 2 വീഡിയോ ഇതിനും ഇന്നലെ ഇട്ട വീഡിയോസും മിനിഞ്ഞാന്നിട്ട വീഡിയോസും പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്ത ആൾക്കാർ കാണുക. പിന്നെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓരോ നമ്പറുകളിലും ഓരോ പേരുണ്ട്. അക്ഷയ, വിൻ ശ്രീശക്തി 50-50, കാരുണ്യ പ്ലസ്, നിർമ്മൽ കാരുണ്യ. ഓക്കെ, ഇങ്ങനെയാണ് പോണത്. ഇപ്പോൾ നമ്മളൊരു നമ്പർ എടുക്കണം. എത്രയാണ് നമ്മൾ പറഞ്ഞത്? 51-87. ഓക്കെ, ഈ 51-87 എന്ന് പറഞ്ഞ നമ്പർ നമ്മളെടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞാണ് ഇപ്പോൾ എന്നിട്ട് 51-87 എത്ര? നിർമ്മൽ, അതുപോലെ കാരുണ്യ ഇപ്പോൾ കാരുണ്യാണ്, പിന്നെ ഇന്ന് അക്ഷയാണ്, അത് കഴിഞ്ഞാൽ വിന്നാണ്, പിന്നെയാണ് ശ്രീശക്തി ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ 50-87 അടിച്ചു പോകുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇതിനിടയിൽ 50-87 അല്ലെങ്കിൽ 78-05 ഇതിനിടയിൽ ഓരോ നമ്പറാണ് കയറി വരുന്നത്. ആ കയറി വരുന്ന നമ്പർ ഏതാ? ആ കയറി വരുന്ന നമ്പറുകൾ നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. 7, 8, 5ൻ്റെ ഇടയിൽ കയറി വരുന്ന നമ്പർ 0 ആയിരിക്കും. മനസ്സിലായോ? 2 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും, അല്ലെങ്കിൽ 9 ആയിരിക്കും. അതായത് അല്ലെങ്കിൽ എന്നല്ല, അത് തന്നെ കയറി വരുള്ളൂ. അത് ഇതിൽ മാത്രമല്ല, ഈ കാണുന്ന നമ്പറുകളിലൊക്കെ ഇടയിൽ കയറി വരുന്ന നമ്പർ ഇതാണ്. അതെന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ പറയാൻ പോണത്. എൻ്റെ ഒരു ഊഹമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ഒരുപാട് ഇങ്ങനെ നാളായിട്ട് ഇത് നോക്കിയിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം നമ്മളിതിൽ എൻ്റെ ഒരു നിഗമനമാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ വട്ടാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നോക്കി വരുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. റിസൾട്ട് എടുത്തിട്ട് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ 50-87 അത് നമ്മൾ മിനിഞ്ഞാന്നത്തെ വീഡിയോസിൽ തന്നെ ഇതേണ്ടില്ലേ 50-87 അടിച്ചിട്ടുണ്ടല്ലോ. അതിന് മുന്നേ 78-05 ആയാലും ഇതേണ്ടില്ലേ 78-05 ഇല്ലേ. ഇനി അതിലാണെങ്കിൽ തന്നെ 59-87 ഈ പറഞ്ഞ പോലെ 0 മാറി പിന്നെ 52-87 56-87 അല്ലെങ്കിൽ 59-87 വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 59-87 50-87 ഇതേ 59-87 ഇല്ലേ, അവിടെ 9 കയറിയത്. ഇതാണ് നമ്മൾ കാണിച്ചു തരാൻ പോണത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കിടക്കാം, റിസൾട്ടിലേക്ക് കിടക്കാം. എന്നാലും നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റ് 15-ാം തീയതിയിൽ ഏതായിരുന്നു നറുക്കെടുപ്പ്? ആഗസ്റ്റ് 15 തന്നെയല്ലേ? 15-ാം തീയതിയിൽ ആഗസ്റ്റ് 15 സെപ്റ്റംബർ ആണോ 15-ാം തീയതിയിൽ ഓണമായിട്ട് ഒരു നറുക്കെടുപ്പ് അവിടെ ബെൻഡിങ് ആണ്. അതേതാണ്? 15-ാം തീയതിയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. 15-ാം തീയതിയിൽ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നില്ല. അതെ, 14 വരെയുള്ളൂ. 14-ാം തീയതിയിൽ കാരുണ്യാണ്. മനസ്സിലായില്ലേ? കാരുണ്യാണ് 14-ാം തീയതിയിൽ. 5 കാരുണ്യ. അതിൻ്റെ പിറ്റേ ദിവസം 15-ാം തീയതിയാണ്. 15-ാം തീയതിയിൽ എന്താണ് വരേണ്ടത്? ശരിക്കും അന്ന് വരേണ്ടത് അക്ഷയാണ്. കണ്ട, അന്ന് 15-ാം തീയതിയിൽ ഓണത്തിന് നറുക്കെടുപ്പില്ല. അന്ന് 15-ാം തീയതിയിൽ ഒരു മുടക്കാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. 15-ാം തീയതിയിൽ ടിക്കറ്റ് തന്നെ ഇല്ല. 14 കാരുണ്യ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ അക്ഷയ വരേണ്ടടുത്ത് നറുക്കെടുപ്പ് അന്ന് വന്നിട്ടില്ല. പിന്നെ വരുന്നത് 16-ാം തീയതിയിലത്തെ വിന്നാണ്. അപ്പോൾ ഓക്കെ അല്ലേ, വിൻ. പിന്നെ അത് കഴിഞ്ഞാൽ ശ്രീശക്തി വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ശ്രീശക്തി അല്ലേ, അത് കഴിഞ്ഞാൽ ശ്രീശക്തിയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നോക്കി നോക്കാം. ഇവിടുന്ന് നോക്കാമെന്ന് പറയുന്നത് ഇത് 5, അതായത് കാരുണ്യാണ്. പിറ്റേ ദിവസം നമ്മൾ നോക്കുന്നത് എത്രയാണ്? സാധാരണ 51-87 എന്ന് പറയുമ്പോൾ 1 തന്നെയല്ലേ. അവിടെ 1ൻ്റെ പകരം അവിടെ എന്തില്ല?
അക്ഷയയില്ല, 15-ാം തീയതിയിൽ അക്ഷയയില്ല. ആ ഇല്ല, നറുക്കെടുപ്പ് അന്നത്തെ ദിവസം ഇല്ല. അതുകൊണ്ടാണ് അവിടെ 0 കയറി വന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് നമ്മുടെ വേന ഇവിടെ നോക്കാം അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നറുക്കെടുപ്പ് ഇല്ല. ഇവിടെയാണ് നമ്മൾ ഈ 0 കയറി വന്നത്. അങ്ങനെ ഇത് 5087 ആയിട്ട് വരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ 14-ാം തീയതിയിൽ കാരുണ്യാണ്, അത് കഴിഞ്ഞാൽ അക്ഷയാണ്. അന്ന് അവിടെ അക്ഷയല്ല. അപ്പോൾ അവിടെ 0. അതായത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള 0269 എന്നുള്ള ഒരു നമ്പറുകൾ അവിടെ 2 കയറുകയാണ്, അല്ലെങ്കിൽ 0 കയറുകയാണ്, അല്ലെങ്കിൽ 6 അവിടെ കയറുകയാണ്. ഇവിടെയാണ് ഈ നമ്പറുകളിൻ്റെ കൂടെ 0, 2, 6, 9 കയറി വരുന്നത്. നമ്മളെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത നമ്പറാണ് 0269. ഈ 0269 ഈ നമ്പറിൻ്റെ ഇടകളിൽ കയറി വരുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ കയറി വരും. ഇപ്പം നമുക്കിപ്പോൾ ഇതിലൊരു 0 കയറി ഇല്ലേ? ഇങ്ങനെ 0 കയറി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 1 അക്ഷയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അക്ഷയയിലുള്ള ഈ 1 വരുന്ന എല്ലാ നമ്പറും, ഇപ്പോൾ 55-0 ബ്ലോക്ക് നിങ്ങൾ നോക്കാം, 55-0 8 അടിച്ച് പോയിട്ടുണ്ടാവും. അതുപോലെ ഇത് 1. ഇവിടെയും 0 തന്നെയാണ് വരിക. 55, 45, 50. മനസ്സിലായില്ലേ? അങ്ങനെ 0 അവിടെ കയറും. ഇതുപോലെ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, ഇതിലും ഒരു 0 ഇട്ടാൽ 0, 8, 73, 37, 80 അല്ലെങ്കിൽ അങ്ങനെ ഉള്ള നമ്പറുകൾ വരുന്നത്. നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഴയൊരു ഓരോന്നിലും ഇല്ലാത്ത ദിവസം, മുടക്കില്ലാത്തതിൻ്റെ ഓരോ ഇതിങ്ങനെ കയറുന്നുണ്ട്. ഇനി അഥവാ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ സാധാരണ 50-50 നറുക്കെടുപ്പിൻ്റെ ദിവസങ്ങളിലാണ് കൂടുതലും എന്ത് വരിക? ഓണ ബമ്പർ, വിഷു ബമ്പർ, മൺസൂൺ ബമ്പർ ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ 3 എന്ന് പറഞ്ഞ നമ്പറുകളൊക്കെ അവിടെ ചേഞ്ച് ആവുകയാണ്. കാരണം എന്നാണോ മുടക്ക് വരുന്നത് അന്ന് ഈ 3 അവിടെ ചേഞ്ച് മാറുകയാണ്. കാരണം അന്ന് അവിടെ 50-50 ഇല്ല, അവിടെ വരുന്നത് വേറൊരു നമ്പറാണ്. ഇപ്പോൾ വിഷു ബമ്പറാണെങ്കിൽ സാധാരണ വിഷു ബമ്പറിന് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പർ എത്രയാണ്? ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള വിഷു ബമ്പർ എത്രയാണ്? 7. അപ്പോൾ 50-50യുടെ സ്ഥാനത്ത് എല്ലാ 50-50യുടെ സ്ഥാനങ്ങളിലും ഓണ ബമ്പർ നറുക്കെടുപ്പ് വരും, അല്ലെങ്കിൽ വിഷു ബമ്പർ വരും, അല്ലെങ്കിൽ മൺസൂൺ ബമ്പർ വരും. അങ്ങനെ വരുമ്പോൾ ഇതിലുള്ള ഓരോ 3ഉം ചേഞ്ചായി മാറണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 73-45 എന്ന് പറയുമ്പോൾ ശ്രീശക്തി 50-50, കാരുണ്യ പ്ലസ്, പിന്നെ നമ്മൾ പറഞ്ഞ എത്ര നിർമ്മലാണ്. ഇവിടെ ചിലപ്പോൾ ഇനി വരുന്ന ഓണ ബമ്പർ 50-50യുടെ അന്നാണ് നറുക്കെടുപ്പ്. ശരിക്കും പറഞ്ഞാൽ ഓണ ബമ്പർ എത്രയാണ്? ഓണ ബമ്പർ 8. പിന്നീട് പെട്ടെന്ന് ഈ 3 മാറുന്നതിൻ്റെ ഇടയിലേക്ക് 8 കയറി വരിക. അങ്ങനെയാണ് 78-45 വരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ 78-45 ഈ ഓണ ബമ്പറിൻ്റെ ഉള്ളിൽ, ഓണ ബമ്പറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഏതാ? ശ്രീശക്തി 50-50, കാരുണ്യ പ്ലസ്, നിർമ്മൽ അല്ലെങ്കിൽ കാരുണ്യയിൽ 78-45 ഓണ ബമ്പർ ആവണതിന് മുന്നേ അടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓണ ബമ്പറിൽ കയറി 78-45 അടിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മുന്നേ 78-45 അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും 78-40 നമ്മളെ ഓണ ബമ്പറിൽ 78-40 എന്തായാലും വരും. അതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ വിഷു ബമ്പറാണ്. ഓക്കെ, ഇത് വിഷു ബമ്പറാണ്. വിഷു ബമ്പറാണെങ്കിൽ വിഷു ബമ്പറിന് തൊട്ട് മുന്നിലുള്ള നമ്മളെ കണക്ക് നമുക്ക് നോക്കി നോക്കാം. വിഷു ബമ്പറാണ്. ഈ വിഷു ബമ്പറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരേണ്ടത് ഏതാ? ശ്രീശക്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 50-50 അപ്പോൾ 50-50 വരേണ്ട ഭാഗത്താണ് കൂടുതൽ മൺസൂൺ ബമ്പറും വിഷു ബമ്പറൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിഷു ബമ്പറാണ്. ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള നമ്പർ എത്രയാണ് നമുക്ക് നോക്കി നോക്കാം. നോക്കിയോ, ഇതിന് മുന്നേ ഉള്ള നമ്പർ നമ്മളെ അക്ഷയാണ് അല്ലേ? അക്ഷയ ഉണ്ട് ഇവിടെ 73-45 അല്ല, നമ്മളെ ശ്രീശക്തി തൊട്ടിട്ട് തുടങ്ങാം നമുക്കിത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ നമ്പർ ശ്രീശക്തി അല്ലേ? ശ്രീശക്തിയാണ്. അതുപോലെ 50-50 കാരുണ്യ പ്ലസ് ആണ്, നിർമ്മലാണ്. അപ്പോൾ 73-45. ഈ 73-45ൻ്റെ അവിടെയാണ് 7 കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്രയാണ് വരേണ്ടത്? 3 വരേണ്ടത് അല്ലേ? അതായത് 50-50 വരുന്നിടത്ത് അന്ന് വിഷു ബമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിഷു ബമ്പർ ശരിക്കും എത്രയാണ്? ഇവിടെ എത്രയാണ് വരുന്നത്? വിഷു ബമ്പർ എന്ന് പറയുന്നത് 7. ഇത് കണ്ടില്ലേ? വിഷു 7. ഇവിടെ നമുക്ക് 77-45. അതായത് 7 കയറി വന്നു. അവിടെ 3 അന്ന് 50-50 നറുക്കെടുപ്പ് ഇല്ല. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കോ, 77-45 പിന്നെ വരുന്നത് അല്ലേ? ഈ 77-45 നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. വിഷു ബമ്പർ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ 77-45 കറക്റ്റായിട്ട് അവർ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞു. 5000-ൽ 77-45 അവിടെ ഒരു 7 കയറി കഴിഞ്ഞു. മനസ്സിലായില്ലേ? വീണ്ടും ഒരു എന്താ പറയുക, ഒരു ഇത് നമ്മൾ കാരുണ്യ പ്ലസ് ആട്ടാ. വീണ്ടും എന്നെങ്കിലും ഒരു കാരുണ്യ പ്ലസ് വരുന്ന ഡേറ്റിലായിരിക്കാം ചിലപ്പോൾ അടുത്ത വിഷു ബമ്പറോ അല്ലെങ്കിൽ 7ൻ്റേതായ ഏതെങ്കിലും ഒരു നമ്പർ ചിലപ്പോൾ വരുമായിരിക്കാം. ഇപ്പോൾ 7ൽ വരുന്നത്
ശ്രീശക്തി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിഷുബമ്പർ തന്നെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇല്ല. ഇപ്പം ഈ ശ്രീശക്തി അല്ലെങ്കിൽ വീണ്ടും വിഷുബമ്പറൊക്കെ വരുമ്പോഴാണ് വീണ്ടും 77 75 ആവുന്നത്. അവിടെ വീണ്ടും ഒരു വിഷുബമ്പർ കാരുണ്യ പ്ലസിൻ്റെ ഡേറ്റിലാവും ചിലപ്പോൾ വന്നടിക്കുക. അന്ന് അവിടെ കാരുണ്യ പ്ലസ്, അതായത് 4 മാറി അവിടെ 7 77 75 വരുന്നത്. അങ്ങനെ മാറിയിട്ടാണ് പിന്നീട് 47 വരുന്നത്. ഓക്കെ, ഇവിടെ 77 45 ഓൾറെഡി അടിച്ചു പോയി. പിന്നീട് ശരിക്കും പറഞ്ഞാൽ അവിടെ 77 45 കറക്റ്റായിട്ട് അവിടെ അടിച്ചതിന് ശേഷം വിഷുബമ്പറിൻ്റെ അന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അവർ 77 40ൻ്റെ ബ്ലോക്കാണ്. കറക്റ്റായിട്ട് 77 40, കാരണം 77 45 അടിച്ചു പോയി. പിന്നെ കറക്റ്റായിട്ട് 77 40 0. ഓക്കെ, ഈ ഒരു നമ്പർ ഇങ്ങനെ കറക്റ്റായിട്ട് 77 40. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് പോണത് 77 37 അങ്ങനെ പോണത് 77 46 കണ്ടില്ലേ, ഇങ്ങനെയുള്ള നമ്പർ. അതേപോലെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് 73 45 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ഒരു ഓണബമ്പറാണ്. ഓണബമ്പർ എന്ന് പറയുന്നത് 9-ാം തീയതിയാണ് നറുക്കെടുക്കുന്നത്. 9-ാം തീയതിയിൽ ഏതാണ് അന്ന് ഇല്ലാത്തത്? അന്നൊരു ഇല്ലാത്തത് 50-50 തന്നെയാണ് അല്ലേ? 50-50 അന്ന് എന്തായാലും ഇല്ല. അപ്പോൾ അവിടെ 50-50യുടെ പകരം കയറി വരുന്നത് ഓണബമ്പറാണ്. ഓണബമ്പർ എത്രയാണ് നമ്പർ? 8 നമുക്ക് വരാൻ പോകുന്ന നമ്പർ എത്രയാണ്? 78 45 ആയിരിക്കും. ഈ 78 45 നമ്മൾ ഇതിങ്ങനെ എത്രയും റിസൾട്ട് ഇവിടെ എടുത്തു, കാരണം അത്രയും റിസൾട്ട് ബാക്കിലേക്ക് പോയി നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാനാണ്. 78 45 എന്ന് പറയുന്ന നമ്പറാണെങ്കിൽ ഇത് ഇപ്പം തന്നെ അടി വന്ന് തുടങ്ങി. നമുക്ക് നോക്കാം. 78 45 ഇപ്പം തന്നെ അടി ഇത് കണ്ടില്ലേ? 78 45 തുടങ്ങി, മനസ്സിലായില്ലേ? ഈ 78 45 ഈ പറഞ്ഞ പോലെ കണ്ട ലാസ്റ്റ് 5 കാരുണ്യ കറക്റ്റ് 78. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയുക, ശ്രീശക്തി 50-50 കാരുണ്യ പ്ലസ് പിന്നെ വരുന്നത് നിർമ്മൽ അല്ലെങ്കിൽ കാരുണ്യാണ്. ഈ ലാസ്റ്റ് 5 ഈ 5-ൽ. അപ്പോൾ ആ 5-ൽ കൊണ്ടുവന്ന് നിർത്തുന്നത് കണ്ട നിർമ്മൽ അല്ലെങ്കിൽ കാരുണ്യ. അവിടെ തന്നെയാണ് 78 45 അടിച്ചിട്ടുള്ളത്. കണ്ട ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്പർ ഇതാണെങ്കിലും ഇതിനിടയിൽ ഓരോ നമ്പർ കയറി വരുന്നുണ്ട്. ഈ 78 45 ഓണബമ്പറിലേക്കുള്ള നമ്പറാണ് ശരിക്കും പറഞ്ഞാൽ. ഈ 8 ഓണബമ്പറാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 78 45 വീണ്ടും ഓണബമ്പറിൻ്റെ ഉള്ളിൽ 5000ലേക്ക് ഈ നമ്പർ നിർമ്മൽ അല്ലെങ്കിൽ കാരുണ്യം ഏതെങ്കിലും ഒരു നമ്പർ ഏതെങ്കിലും ഒന്നിൽ 78 45 5000ലേക്ക് കയറും. അങ്ങനെ കയറിയിട്ടില്ലെങ്കിൽ ഈ നമ്പർ തന്നെ ഓണബമ്പറിൽ കയറും. മനസ്സിലായില്ലേ? ഇനി ഇത് മുന്നേ നമ്മുടെ സാധാരണ ലോട്ടറിയിൽ ഇത് 78 45 5000ൽ കയറി കഴിഞ്ഞാൽ ഓണബമ്പറിൽ 78 40 അല്ലെങ്കിൽ നമ്മളിതിൽ കാണുന്ന പോലെ 78 43 ഈ നമ്പറൊക്കെ തിരിച്ച് നമുക്ക് എടുക്കാം. മനസ്സിലായില്ലേ? ഈ നമ്പർ തന്നെ 78 43 ആയിട്ട് അല്ലെങ്കിൽ 78 40 ആയിട്ട് അവിടെ വരും. അപ്പോൾ ആദ്യം ഓണബമ്പറിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ ഓരോ നമ്പറുകൾ കയറി വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതേ നമ്പറുകൾ, ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള ഓരോ നമ്പറുകൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നോക്കുക. അപ്പോൾ നമ്മളിനി പറഞ്ഞു വന്നത് 0 2 6 9 ഇങ്ങനെയാണ് ഓരോ നമ്പറുകളിലും കയറി വരുന്നത്, അല്ലെങ്കിൽ ഇതിലൊക്കെ കയറി വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഈ ഇതിലൊക്കെ ഈ 0 കയറി വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതിനനുസരിച്ച് നോക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ്. അതായത് ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഇതിലെന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 100 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഈ നമ്പറുകളിലൊക്കെ ഓരോ ടിക്കറ്റിൻ്റെയും പേര് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്പറുകൾ കണ്ടാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 നമ്പർ അടങ്ങിയിട്ട് എന്തായാലും ഉണ്ടാവില്ല. ഇതിലെ എല്ലാ നമ്പറും ഉണ്ട് ടിക്കറ്റിൽ. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ഇടയിൽ കയറുള്ളൂ. അങ്ങനെ കയറിയിട്ടുള്ള ടിക്കറ്റുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എടുത്തോ. എന്താ കാരണം വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഉറപ്പായിട്ടും കിട്ടും. മനസ്സിലായില്ലേ? കാരണം ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസിൽ മിക്കപ്പോഴും അടി വരുന്ന നമ്പറാണ് ഇതിൽ കാണുന്ന നമ്പറുകളിൽ ഇതിലേതെങ്കിലും ഒന്നേ കയറി വരുള്ളൂ. ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 6 ആയിരിക്കാം, അല്ലെങ്കിൽ 9 ആയിരിക്കാം. ഞാൻ നിങ്ങൾക്ക് അതിനൊരു തക്കതായ ഉദാഹരണം ഇന്നലത്തെ റിസൾട്ട് തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടിച്ച നമ്പറിൽ പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഈ നമ്പറിനെ കുറിച്ചിട്ട് ഇന്നലെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഞാൻ പറഞ്ഞു ഇത് കാണിച്ചു തന്നിട്ടുള്ളത്. അതേ നമ്പറിനല്ലേ ഇന്നലെയും ഇതല്ലേ കണ്ടോ 1. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 51 87 എന്ന് പറഞ്ഞ നമ്പറിൽ ഈ നമ്പർ വന്നിട്ടുള്ള കണ്ടില്ലേ, അതായത് ഇതിൽ ഉള്ള നമ്പറാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ നമ്പർ നിങ്ങൾ നോക്കുക. ഇതിൽ കാണുന്ന നമ്പറുകൾ 1 ഇവിടെ ഉണ്ട്, 7 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 7 ഇതിൽ തന്നെ ഉണ്ട്, 8 ഇതിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലുള്ള നമ്പറുകളിൽ ഇടയിൽ ഒന്നില്ലെങ്കിൽ ഒരു 0. നിങ്ങൾ ശരിക്കും നോക്കിയാൽ ഇതിലൊരു 0 കയറി വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള നമ്പറുകളിൽ ഒരു 0 മാത്രം, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് 2 ഏതെങ്കിലും ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറേ ഇതിലുണ്ടാവുള്ളൂ.
അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അങ്ങനെ ടിക്കറ്റ് നോക്കിയെടുത്തു. എന്താ കാരണം വെച്ചാൽ സെക്കൻഡ് പ്രൈസ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസിൽ അടിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രൈസ് നോക്കി നോക്കിയാൽ 3, 4, 5, 6, 3. ഇതിൽ നമ്മൾ എഴുതിയിട്ടുള്ള 0, 2 0, 2, 6, 9 ഇവിടെ 6 മാത്രമേ ഉള്ളൂ ഇടയിൽ ഒരെണ്ണം കയറിയിട്ടുള്ളൂ. ബാക്കി 3 നമ്മളെ ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 3 50-50, 4 എന്താ പറയുക കാരുണ്യ പ്ലസ്, 5 നിർമ്മൽ അല്ലെങ്കിൽ കാരുണ്യാവാം, അല്ലെങ്കിൽ 4 ഈ പറഞ്ഞതുപോലെ കാരുണ്യ പ്ലസ്, പിന്നെ എന്താ പറയുക 3 50-50. ഇങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ആകെ കയറിയുള്ള 6 മാത്രമാണ്. മനസ്സിലായില്ലേ? അതായത് 0, 2, 6, 9 ഉണ്ടാവുന്ന ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇതിലുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇപ്പോൾ 8, 8, 5, 1, 7, 9 ഇതിലൊരു 9 മാത്രമേ നമ്മൾ ഇതിൽ നിന്നുള്ള വന്നിട്ടുള്ളൂ. കണ്ടില്ലേ? അതുപോലെ 12, 45, 33 ഇതിൽ 2 മാത്രമേ, ഇതിലത്തെ 2 ഇവിടെ ഒരെണ്ണം 2 ഉണ്ട്, ബാക്കിയൊക്കെ നമ്മൾ ഈ കാണിക്കുന്ന നമ്പറുകളാണ്. അതുപോലെ 47, 55, 01 ഇതിൽ 47, 55, 0 ഒരെണ്ണം ഇതിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. ഈ 1 ഇതിലുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതിൽ നിന്നാണ് 0 ഒരെണ്ണം കയറിയിട്ടുള്ളത്. 19, 44, 83 ഇതിൽ 9 ഇവിടെ കയറിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മളെ 1, 4, 8, 3 1, 4, 8, 3 ഇതിലുള്ള നമ്പറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഇത് ഇടയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ആയാലും കുഴപ്പമില്ല. ലാസ്റ്റ് ഇപ്പം നമുക്ക് ചതി പറ്റിയതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതേ 15, 78, 20 വന്നിട്ടുള്ളത് അല്ലേ? 15, 5 എന്തെന്ന് പറയുക 15, 78 എന്നുള്ള നമ്പർ ഇതിൽ മൊത്തം ഉണ്ട്. ബാക്കി 0, 2 വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 2 വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ അതേ നമ്പർ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2ൻ്റെ ഇതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒന്നില്ലെങ്കിൽ 26 അല്ലെങ്കിൽ 20 ഇങ്ങനെ, അല്ലെങ്കിൽ ലാസ്റ്റ് 60ൻ്റെ ബ്ലോക്കാണ് 69 ഇങ്ങനെ എടുക്കുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ ഈ നമ്പറിൽ നോക്കിയെടുത്തോ. ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നമ്മൾ പറയാൻ വന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ഒരു ദിവസത്തെ മാത്രം നോക്കിയിട്ടുള്ളതല്ല കേട്ടോ. ഇത് ഒരു ദിവസത്തെ ഞാൻ കാണിച്ചു തരില്ല, ഞാൻ എല്ലാ ദിവസവും ഇത് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ നമ്പറുകളിൽ എല്ലാ നമ്പറിലുണ്ട്. ഇതിലിടയിൽ 6 കയറി വന്നിട്ടുള്ളത്. ഒരൊറ്റ 6 മാത്രം, 0, 2, 6, 9 6 മാത്രം അതിൽ കയറിയിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഇതിൽ 0, 2, 6, 9 മാത്രം ഒരെണ്ണം ഇടയിൽ കയറിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ദിവസം നോക്കിയിട്ടുള്ള കാര്യമല്ല, എല്ലാ ദിവസവും ഞാൻ നോട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ നമ്പറും ഇതിലുണ്ട്. അതായത് 84, 35, 74 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ 2 നമ്പറും കൂടി ചേർന്നിട്ടുള്ള ഒരു നമ്പറാണിത് അല്ലേ? ഇത് ഫുള്ളായിട്ട് ആ നമ്പർ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അങ്ങനെ ഒരെണ്ണമല്ല, ഒരുപാടുണ്ട്. അങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും മാർക്ക് ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ മുന്നേ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒരുപാട് ബാക്കിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് നമ്പറുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിയേ 1, 8, 3, 7, 5 ഇതിലുള്ള 1, 8, 3, 7, 5 എന്നുള്ള നമ്പർ ഇതിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരൊറ്റ നമ്പർ കയറിയിട്ടുള്ള 2 മാത്രം. മനസ്സിലായില്ലേ? 2 നമ്മളെ 0, 2, 6, 9 എന്നുള്ള അതിൽ 2 മാത്രമേ ഉള്ളൂ. ഇതിലും അങ്ങനെ തന്നെയാണ്. ഇടയിൽ ഒരു 2 മാത്രം കയറി, ബാക്കിയൊക്കെ നമ്മുടെ ടിക്കറ്റിൽ അടങ്ങിയിട്ടുള്ള പേരുകളാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. ഞാനിത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതാക്കിയെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിലും ഇടയിൽ 2 മാത്രമേ കയറിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ ആ ടിക്കറ്റിൻ്റെ പേരിൽ അടങ്ങിയിട്ടുള്ള നമ്പറുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരെ ആയി വീണ്ടും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണത് ഇതിവിടെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ABCയുടെ, അപ്പോൾ അതായത് മുകളിൽ ഞാൻ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അക്ഷയ, വിൻവിൻ, ശ്രീശക്തി, 50-50, കാരുണ്യ പ്ലസ്, നിർമ്മൽ, അതുപോലെ കാരുണ്യ. അതിലില്ലാത്ത നമ്പർ 0, 2, 6, 9 എന്നുള്ള നമ്പർ. ഈ നമ്പറുകളിൽ കാണുന്ന നമ്പറുകളിൽ ഇതിലേതെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ എടുക്കുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ചാൽ അക്ഷയാണെന്ന്. ഇന്ന് അക്ഷയാണ്. അപ്പോൾ ഇന്ന് അക്ഷയയിലത്തെ ABC, അതായത് ABC 3 നമ്പർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ 11 ശരിക്കും, അല്ലെങ്കിൽ 121 അല്ലെങ്കിൽ 131. ഞാനിങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഡിയർ എന്നുള്ളതിൽ പോയി നോക്കി. അതായത് നമ്മൾ 8 മണിക്ക് നറുക്കെടുപ്പ് ഓൺലൈനിലുണ്ട്. അതിൽ കറക്റ്റ് 120 അടിച്ച് പോയിട്ടുണ്ട്. ഇതാണ് സംഭവം. നമുക്ക് കിട്ടുന്ന നമ്പർ ഒന്നില്ലെങ്കിൽ ഡിയറിൽ അല്ലെങ്കിൽ കേരള ലോട്ടറിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 11 എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അക്ഷയയ്ക്ക് ചാൻസ് കിട്ടിയിട്ടുള്ള നമ്പറാണ്. പക്ഷേ ഈ 11 നിങ്ങൾ ഡിയറിലോ അല്ലെങ്കിൽ നമ്മുടെ അക്ഷയയിലോ ഒന്നിൽ പിടിക്കുക. ചിലപ്പോൾ ഓക്കെ അങ്ങനെ പിടിച്ച് നോക്കിയാൽ കിട്ടും. 120 എന്തായാലും അടിച്ച് പോയിട്ടുണ്ട്. ഒന്നിൽ 11 നോക്കിയാൽ AC അല്ലെങ്കിൽ BC ഒക്കെ ആയിട്ട് 11 നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. ഇത് അക്ഷയയിലേക്കുള്ള ചാൻസ് നമ്പറാണ് ABC. അതേപോലെ ഇത് വിൻവിൻ്റെ ചാൻസ് നമ്പർ. അക്ഷയ കഴിഞ്ഞാൽ വിൻവിനാണ്. വിൻവിൻ്റെ ചാൻസ് നമ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളത് വെറും 82 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് 282 അല്ല, അല്ലെങ്കിൽ തന്നെ 08. മൊത്തത്തിൽ ഇതൊരു 8 കൂടുതലും ചാൻസ് കിട്ടിയിട്ടുള്ള നമ്പർ. അപ്പോൾ ഇത് വിൻവിൻ്റെ ചാൻസാണ്. അപ്പോൾ ഈ 8 നമുക്ക് ചിലപ്പോൾ ഇതിൽ കൊണ്ടുവന്നിടാം.
എങ്ങനെ 11 118 അല്ലെങ്കിൽ 811 ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ ഒരുപാട് നമ്പർ പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ഞാൻ ചെയ്യുന്നത്. അത് ABC നമ്പറാണ്. ഇത് അക്ഷയയിൽ കിട്ടിയിട്ടുള്ള നമ്പറാണ് 08 അല്ലെങ്കിൽ 282. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ശ്രീശക്തിയിലേക്കുള്ള നമ്പറാണ്. അതായത് ശ്രീശക്തി 3 ദിവസം ഇനിയുണ്ട്. പക്ഷേ എന്തിനാണ് ഞാനങ്ങനെ നോക്കി വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന നമ്പർ ചിലപ്പോൾ ശ്രീശക്തിക്ക് കിട്ടിയ നമ്പർ ആവും ചിലപ്പോൾ ഇന്ന് അടിക്കുക, മനസ്സിലായ, എന്നിട്ട് നാളെ അടിക്കും ചിലപ്പോൾ. എന്നിട്ട് ശ്രീശക്തിയിൽ ചിലപ്പോൾ വേറെ നമ്പർ കൊണ്ടുവന്നിടും. അതിനും മുന്നത്തെ, അതായത് മുൻകൂട്ടി കൊണ്ടുവന്ന് അവർ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രീശക്തിയിലേക്കുള്ള ABC നമ്പറാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ 650 അല്ലെങ്കിൽ തിരിച്ച് 056 ഈ ഒരു നമ്പർ ഒന്നുമില്ലെങ്കിൽ ബോക്സിൽ വയ്ക്കാം. ഡിയറിൽ പ്രത്യേകം ബോക്സിൽ വെച്ചോ, എങ്ങനെ പോലും ഡിയറിൽ ഈ നമ്പർ അടിച്ചിരിക്കും. അപ്പോൾ ഡിയറിൽ 3 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് 6 മണിക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നവർ ഇവിടെ നിന്നിട്ട് ശ്രീശക്തി കഴിയുന്നത് വരെ ഈ നമ്പർ ഡിയറിൽ നിങ്ങൾ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഇത് ശ്രീശക്തി ചാൻസ് നമ്പറാണ് ABC 3 നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പറുകൾ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഒരുപാട് നമ്പറുകളൊന്നും പറയുന്നില്ല. ഇത്രയും നമ്പർ 650, അതുപോലെ ഒന്നില്ലെങ്കിൽ 21 08 അല്ലെങ്കിൽ 282. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്പർ. ഇത് ABC നമ്പറാണ്. ഒന്നില്ലെങ്കിൽ ഇത് നമ്മൾ ശ്രീശക്തി വരയ്ക്കുള്ളത് പറഞ്ഞിട്ടുണ്ട്, അപ്പം മറക്കണ്ട. ഓക്കെ, ശ്രീശക്തി വരെ നിങ്ങൾ പിടിച്ച് നോക്കി വയ്ക്കുക. അല്ലാണ്ട് ഇന്നത് വിട്ട് കളഞ്ഞിട്ട് നാളെ വന്നില്ല എന്ന് വെച്ചിട്ട് വിട്ട് കളയരുത്. ഈ നമ്പർ ഡിയറിൽ നിങ്ങൾ എന്തെങ്കിലും പിടിച്ച് നോക്കിയോ വരാൻ സാധ്യതയുള്ള നമ്പറാണ്. അല്ലാന്നുണ്ടെങ്കിൽ ശ്രീശക്തി വരെ നമ്മളതിൽ ഈ നമ്പറുള്ള വിൻവിനിലോ അല്ലെങ്കിൽ അക്ഷയയിലോ ശ്രീശക്തി അതുവരെ നിങ്ങൾ പിടിച്ച് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇനി ABCയുടെ ഗെസ്സിങ്ങിൻ്റെ ഒരു ട്രിക്ക് നമ്മൾ പറയാനുണ്ട്. അത് ഒന്നുമല്ല, ഒരുപാട് ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.